നിർമ്മാതാക്കളുടെയും അവരുടെ മാതൃ കമ്പനികളുടെയും ലോകത്തെക്കുറിച്ച് പര്യവേക്ഷണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബ്രാൻഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നായിരിക്കും പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അത് പലപ്പോഴും ഒരു വലിയ കൂട്ടായ്മയിൽ ഉള്ളതായിരിക്കാം. ഉയർന്ന നിലവാരമുള്ള ആഡംബര ബ്രാൻഡുകൾക്കും പൊതുവായി അറിയപ്പെടുന്ന പ്രമുഖ ബ്രാൻഡുകളുടെയും കാര്യത്തിൽ ഇക്കാര്യം ശരിയാണ്. ഉദാഹരണത്തിന്, ആഡംബരവും ഉയർന്ന പെർഫോമൻസും നൽകുന്ന ഓഡി പോലുള്ള ഒരു ബ്രാൻഡ് യഥാർത്ഥത്തിൽ ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പോർഷെ, ലംബോർഗിനി, ബെന്റ്ലി തുടങ്ങിയ മറ്റ് അറിയപ്പെടുന്ന ബ്രാൻഡുകളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വമ്പൻ ഓട്ടോമോട്ടീവ് കോർപ്പറേഷനാണിത്. അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നതും കാര്യക്ഷമവുമായ കാറുകൾ വിപണിയിൽ എത്തിക്കുന്ന ടൊയോട്ടയ്ക്ക് കീഴിലാണ് ആഡംബര ബ്രാൻഡായ ലെക്സസ് വരുന്നത് എന്ന് എത്ര പേർക്കറിയാം. അറിയപ്പെടുന്ന ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാവും മിനി, റോൾസ് റോയ്സ് മോട്ടോർ കാറുകളുടെ മാതൃ കമ്പനി കൂടിയാണ് BMW. റാപ്പ് മോട്ടോർ ആൻഡ് വർക്ക് എന്ന പേരിൽ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസറായാണ് ഇത് ആദ്യം സ്ഥാപിതമായത്. പിന്നീട് കമ്പനി 1917 ബൈറഷ്യ മോട്ടോർ ആൻഡ് വർക്ക് അഥവാ BMW എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്യുകയായിരുന്നു. ആഗോള വാഹന പവർ ഹൗസായി മാറുന്ന കമ്പനിയുടെ വിജയയാത്രയുടെ തുടക്കമായിരുന്നു ഈ മാറ്റം. 1922 BMW വിമാന കമ്പനിയായ ബൈറഷ്യ ഫ്ലുക്സിക് വർക്കുമായി ലയിച്ചു. ഇന്ന് വാഹന വ്യവസായത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് BMW ഗ്രൂപ്പ്. BMW ബ്രാൻഡ് മാത്രമല്ല, ഉയർന്ന നിലവാരമുള്ള റോൾസ് റോയ്സും ഐക്കണിക് മിനിയും ഇവരുടെ കൈപ്പിടിയിലാണുള്ളത്. കൂടാതെ കമ്പനിയുടെ മോട്ടോർ സൈക്കിൾ ഡിവിഷനിൽ നിലകൊള്ളുന്ന BMW മോട്ടോറാഡും ഇതിൽ ശ്രദ്ധേയമാണ്. പ്രമുഖ ജർമ്മൻ ഓട്ടോമോട്ടീവ് ഭീമനായ ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ കീഴിൽ അറിയപ്പെടുന്ന വാഹന ബ്രാൻഡുകളുടെ വൈവിധ്യമാർന്ന ഒരു ശ്രേണി തന്നെയുണ്ട്. ജർമ്മനിയിലെ വോൾസ്ബർഗിലാണ് ഇതിന്റെ ആസ്ഥാനം. ഓഡി, സ്കാനിയ, പോർഷെ എന്നിവയിൽ ഭൂരിഭാഗം ഓഹരിയും ഫോക്സ് വാഗന്റെ കൈവശമാണുള്ളത്. ആഡംബര വാണിജ്യ വാഹന വിപണികളിൽ ഫോക്സ് വാഗണിന് കാര്യമായ സ്വാധീനമുണ്ട്. അതിനു പുറമെ സ്കോഡ ഓട്ടോ, ലംബോർഗിനി, ഡ്യുക്കാറ്റി എന്നിവയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഗ്രൂപ്പ് ഓട്ടോമോട്ടീവ് വ്യവസായത്തിന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് വിപുലീകരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ലോവർ സാക്സണിയിലെ വോൾസ്ബർഗിലാണ് ഫോക്സ് വാഗന്റെ ആസ്ഥാനം. ഒരു ആഗോള ഓട്ടോമോട്ടീവ് ലീഡറാണ് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ. കിച്ചിറോ ടൊയോഡ 1937 ഇത് സ്ഥാപിച്ചത്. ഒരു മാതൃ കമ്പനി എന്ന നിലയിൽ ആഡംബര വാഹന വിഭാഗമായ ലെക്സസ്, ചെറുകാറുകൾക്ക് പേരുകെട്ട ഡൈഹാറ്റ്സു എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രമുഖ ബ്രാൻഡുകൾ ടൊയോട്ടയ്ക്ക് സ്വന്തമായുണ്ട്. കൂടാതെ വാണിജ്യ വാഹനങ്ങളും ട്രക്കുകളും നിർമ്മിക്കുന്ന ഹിനോ മോട്ടോഴ്സും ടൊയോട്ടയുടെ ഉടമസ്ഥതയിലാണുള്ളത്. ടൊയോട്ടയുടെ സ്വാധീനം പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ ഉപസ്ഥാപനങ്ങൾക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. സുബാരു കോർപ്പറേഷനിലെ 20% ഓഹരിയും മസ്ദ, സുസുക്കി, ഇസുസു എന്നിവയിലെ ചെറിയ ഓഹരികളും പോലുള്ള മറ്റു വാഹന നിർമ്മാണ കമ്പനികളിൽ കമ്പനിക്ക് കാര്യമായ ഓഹരികളുണ്ട്. 3 പ്രധാന വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് റെനോ, നിസാൻ, മിറ്റ്സുബിഷി അലയൻസ്. ഫ്രാൻസ് ആസ്ഥാനമായുള്ള റെനോ, ജപ്പാൻ ആസ്ഥാനമായുള്ള നിസാൻ, ജപ്പാനിൽ പ്രവർത്തിക്കുന്ന മിറ്റ്സുബിഷി എന്നിവ ചേർന്നാണ് ആഗോള വാഹന വിപണിയുടെ ഒരു പ്രധാന ഭാഗം നിയന്ത്രിക്കുന്നത്. ഡാസിയ, ആൽപൈൻ തുടങ്ങിയ ബ്രാൻഡുകൾ റെനോയ്ക്ക് കീഴിലുണ്ട്. നിസാന് കീഴിൽ ഇൻഫിനിറ്റിയും ഡാറ്റ്സണും ഉൾപ്പെടുന്നു. കരുത്തുറ്റ SUVകൾക്കും ട്രക്കുകൾക്കും പേരുകെട്ട ബ്രാൻഡാണ് മിറ്റ്സുബിഷി. ദക്ഷിണ കൊറിയയിലെ സിയോളിനെ അതിന്റെ മുഖ്യ കാര്യാലയം എന്നാണ് ഹ്യുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് വിളിക്കുന്നത്. ഈ മാതൃ കമ്പനിയാണ് ഹ്യുണ്ടായ് മോട്ടോർ കമ്പനിയെ പരിപാലിക്കുന്നത്. ഗ്രൂപ്പിന് കീഴിൽ കിയ കോർപ്പറേഷനും വരുന്നുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്നതും ബജറ്റ് സൗഹൃദവുമായ വാഹനങ്ങൾ കൊണ്ട് സ്വയം പേരെടുത്ത ബ്രാൻഡാണ് കിയ. 2015 ഹ്യുണ്ടായ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നിറഞ്ഞ പ്രീമിയം കാറുകൾ നിർമ്മിക്കുന്ന ഒരു ഡിവിഷനായ ജെനസിസ് മോട്ടോഴ്സ് സ്ഥാപിച്ചു. കാർ പാർട്സ് വിതരണത്തിൽ വൻകിട കമ്പനിയായ ഹ്യുണ്ടായ് മൊബൈൽസ്, ട്രെയിൻ സംവിധാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഹ്യുണ്ടായ് റോട്ടം എന്നിവയും ഇതിന് കീഴിലാണ് വരുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.